ടോപ്പിക്കാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇന്ത്യ. നമ്മൾ ഇത്രയും കഴിഞ്ഞ ടോപ്പിക്കിൽ എന്താ പഠിച്ചതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്താണെന്നായിരുന്നു. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്കുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് അതിൻ്റെ യൂസ് കഴിയുമ്പോഴോ അതിൻ്റെ ലൈഫ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോഴോ നമ്മളത് എടുത്ത് ഒരു വേസ്റ്റ് ആക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കുന്ന പ്രൊഡക്ട്സ് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനെ നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു വേസ്റ്റിൻ്റെ കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരു 1 ഇയറിൽ തന്നെ 50 മില്യൺ ടൺസാണ് വേസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്. The electronic market in India is one of the fastest growing electronic market worldwide because of low scale manufacturing cost, skilled labor, availability of raw material. അതായത് ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോണിക് വേസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഡെയിലി തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല പല ഇലക്ട്രോണിക് സാധനങ്ങൾ ഡെവലപ്പ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ആയിരിക്കത്തില്ല നെക്സ്റ്റ് ഡേ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഡെയിലി അത് യൂസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലോ സ്കിൽഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളും അല്ലെങ്കിൽ ലോ സ്കിൽഡ് ആയിട്ടുള്ള സ്കില്ലൊന്നും ഇല്ലാത്ത ലേബേഴ്സും നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അറിയാവുന്ന ആൾക്കാരൊക്കെ കുറവാണ്. ഇതെങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള സ്കിൽഡായിട്ടുള്ള ആൾക്കാരൊക്കെ കുറവായത് കാരണം തന്നെ ഇന്ത്യയിൽ അത് മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യ ഈസ് ഓൾസോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വേസ്റ്റ് ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ വേസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. According to the Global E-Waste Monitor 2017, India generates about 2 million tons of e-waste annually and ranks 5th among e-waste producing countries after the US, China, Japan and Germany. അത് മൊത്തം കൺട്രീസ് വേൾഡ് വൈഡിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ഒരു സ്ഥാനമുണ്ട്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന കാര്യത്തിൽ ഇന്ത്യക്കും ഒരു സ്ഥാനം തന്നെ ഉണ്ട്. ഇനി വേസ്റ്റ് generation in India. There are 10 states that contribute to 70% of total e-waste generated in the country. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പല പല സ്റ്റേറ്റിൽ നിന്ന് എത്രത്തോളം വേസ്റ്റ് വരുന്നുണ്ടെന്ന് നോക്കാം. 65 cities generate more than 60% of the total e-waste in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ 60% വേസ്റ്റും അല്ലെങ്കിൽ 65 സിറ്റീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതായത് 100%ൽ 60% ഏറ്റവും കൂടുതൽ 16% വരുന്നതും ഒരു 65 സിറ്റീസിൽ നിന്നാണ് ഈ ഒരു വേസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത്. Among the top 10 cities generating e-waste, Mumbai ranks first, followed by Delhi, Bengaluru, Chennai, Kolkata, Ahmedabad, Hyderabad, Pune, Surat and Nagpur. ഇനി പറയുന്നത് വെച്ചാൽ 65 സിറ്റീസ് 60% ഓഫ് വേസ്റ്റ് ഉണ്ടാക്കുന്നവരാണ്. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതന്നെ ഫസ്റ്റ് വൺ മുംബൈ. നമുക്ക് ഓൾറെഡി അറിയാം മുംബൈ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും കൂടുതൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. അപ്പം മുംബൈ തന്നെയാണ് വേസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് മുംബൈയിൽ നിന്നായിരിക്കും. അത് കഴിഞ്ഞ് ഡൽഹി, പിന്നെ ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത അങ്ങനെ പോകും. മെയിൻ സോഴ്സ് ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റ് ഇൻ ഇന്ത്യ ആർ ദ ഗവൺമെൻറ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. ഏറ്റവും കൂടുതൽ വരുന്നത് ഗവൺമെൻറ്റിൽ നിന്നും വേസ്റ്റ് വരാറുണ്ട്. പബ്ലിക് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന വേസ്റ്റും അത് ഉൾപ്പെടും. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ നിന്നും 70% ഉണ്ടാവും. കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഈസ് 15%. അതായത് നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഒരാളുടെ വീട് എടുക്കുകയാണെങ്കിൽ 50% അതിൽ നിന്ന് തന്നെ വേസ്റ്റ് ഉണ്ടായിട്ട് വരുന്നുണ്ട്. റെസ്റ്റ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ബൈ മാനുഫാക്ചേഴ്സ്. ഇനി ബാക്കി പെർസെൻറ്റേജസൊക്കെ മാനുഫാക്ചേഴ്സ് ആയിരിക്കും വേസ്റ്റ് പ്രൊഡ്യൂസ് ആകുന്നത്. India is one of the largest waste importing countries in the world. It generates about 350,000 tons of electronic waste every year and imports another 15 tons. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യയിലായിരിക്കും ഏറ്റവും എല്ലാ വേൾഡ് വൈഡ് എടുക്കുവാണെങ്കിൽ ഇന്ത്യക്കും വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഒരു സ്ഥാനമുണ്ട്. അബൌട്ട് 45% ഓഫ് ഇന്ത്യസ് വേസ്റ്റ് ഇസ് എൻഡ് അപ്പ് ഇൻ ദ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് ഫോർ റീസൈക്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. അതായത് ഇന്ത്യയിൽ ഇൻഫോർമൽ സെക്ടേഴ്സ് ഉണ്ട്, ഫോർമൽ സെക്ടേഴ്സ് ഉണ്ട്. ഇൻഫോർമൽ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നും നിർദ്ദേശങ്ങളില്ലാതെ ആ വേസ്റ്റുകൾ ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഇൻഫോർമൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് റൂൾസും പോളിസീസും റെഗുലേഷൻസും ഒക്കെ വെച്ച് കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് വേസ്റ്റിനെ മാനേജ് ചെയ്യുന്നതാണ് ഫോർമൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വേസ്റ്റ് രണ്ട് ആൾക്കാരായിരിക്കും ഇത് മാനേജ് ചെയ്യാൻ നോക്കുന്നത്. ഒന്ന് ഫോർമൽ സെക്ടേഴ്സും ഒന്ന് ഇൻഫോർമൽ സെക്ടേഴ്സും. ഇൻഫോർമൽ സെക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് റെഗുലേഷൻസ് റൂൾസും ഒന്നുമില്ല. അവർക്ക് തോന്നിയ രീതിയിൽ അവരുടേതായ രീതിയിലായിരിക്കും റീസൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ
ഫോർമൽ എടുക്കുകയാണെങ്കിൽ അവിടെ റെഗുലേഷൻസും റൂൾസും കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ വേസ്റ്റിൻ്റെ റീസൈക്ലിങ്ങും മാനേജിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 45% ഈ വേസ്റ്റും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലായിരിക്കും റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുന്നത്. അതായത് ഇൻഫോർമൽ സെക്ടറിലേക്കായിരിക്കും നമ്മുടെ കൂടുതൽ ഈ വേസ്റ്റും ഇന്ത്യയിൽ പോകുന്നത്. ഫോർമൽ സെക്ടറിൽ അധികം മാനേജിങ് ഒന്നും നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫോർമൽ സെക്ടർ ആയിട്ടുള്ള, അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഫോർമൽ മാർക്കറ്റിലേക്കായിരിക്കും 45% ഓഫ് ഈ വേസ്റ്റും ചെല്ലുന്നത്. In this unorganized sector, unskilled employees or workers face dangerous working conditions as they may be without protection like gloves or mask. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫോർമൽ സെക്ടറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഗവൺമെൻറ് റൂൾസോ റെഗുലേഷൻസും ഇല്ല. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അവർക്ക് തോന്നിയ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാംഫുൾ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. അത് അവരുടെ ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതായത് അവർ ആസിഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും റീസൈക്ലിംഗ് മിക്കപ്പോഴും നടത്തുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്തിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് പറയുന്നത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് അവരുടേതായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് അറിവുകളൊന്നുമില്ല. പക്ഷേ അവരങ്ങ് റീസൈക്കിൾ ചെയ്തു അല്ലെങ്കിൽ അത് മാനേജ് ചെയ്തെടുക്കുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്കെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കത്തില്ല. അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസും വർക്കേഴ്സൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവർ റീസൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുമ്പം അവർക്ക് ഗ്ലൗസോ മാസ്കോ ഒന്നും ഉപയോഗിക്കാതായിരിക്കും റീസൈക്ലിങ്ങും കാര്യം. അതാണ് ഇൻഫോർമൽ സെക്ടർ ആൾക്കാരെന്ന് പറയുന്നത്. Only 20% of global e-waste is recycled. The UN report indicates that due to poor education techniques, the total recovery rate of cobalt ഫ്രം ദ ഇ വേസ്റ്റ് ഈസ് ഓൺലി 30%. ഇനി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമൽ സെക്ടേഴ്സ് ഉണ്ട് ഇൻഫോർമൽ സെക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്താൽ മാത്രം നമുക്ക് ഈ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. അത് റീസൈക്കിൾ ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ അത് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രൊഡക്റ്റ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി പറഞ്ഞു അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസും വർക്കേഴ്സാണ് കൂടുതൽ. അറിവുള്ള ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഗ്ലോബൽ ഇ വേസ്റ്റ് 20% മാത്രമേ റീസൈക്കിൾ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി ഇ വേസ്റ്റുകളൊക്കെ റീസൈക്കിൾ ചെയ്യാതെ ഒന്നുകിൽ ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് പോവുക. അപ്പോൾ 20% ഓഫ് ഗ്ലോബൽ ഇ വേസ്റ്റ് മാത്രമേ റീസൈക്കിൾ ആവുന്നുള്ളൂ. ഇനി UN റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ പുവർ എഡ്യൂക്കേഷൻ ടെക്നിക്സ് കാരണം ഈ ഒരു ഇ വേസ്റ്റിൽ നിന്നെല്ലാം ഈ കൊബാൾട്ടിനെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇതൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു വേസ്റ്റുകളൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കൊബാൾട്ട് എന്ന് പറഞ്ഞൊരു ഒരു മെറ്റൽ കിട്ടും. ഈ കൊബാൾട്ട് വെച്ചിട്ട് ഈ ഒരു കൊബാൾട്ടിന് നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഈ കൊബാൾട്ട് എടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് പിന്നെയും നമുക്ക് വേറെ ലാപ്ടോപ്സും സ്മാർട്ട് ഫോൺസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് റീസൈക്കിൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോസസ്സല്ല. അതായത് ഈ വേസ്റ്റിനെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊബാൾട്ട് എന്ന് പറഞ്ഞ മെറ്റൽ കിട്ടും. ഈ ഒരു കൊബാൾട്ട് വെച്ച് നമുക്ക് പുതിയ വേറെയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഓൺലി 30% മാത്രമേ ഈ കൊബാൾട്ട് യൂഷ്വലി ടോട്ടൽ 100% ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 30% മാത്രമേ കൊബാൾട്ടിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുവർ എഡ്യൂക്കേഷൻ ടെക്നിക്സ് ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു മെറ്റൽ എടുക്കാം അല്ലെങ്കിൽ ഈ മെറ്റൽ വെച്ചിട്ട് പുതിയ ഫോൺസും ലാപ്ടോപ്സൊക്കെ വേറെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ആർക്കും അറിയത്തില്ല. അതാണ് പുവർ എഡ്യൂക്കേഷൻ ടെക്നിക്സ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 30% മാത്രമേ ഈ കൊബാൾട്ടിനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്നുള്ളൂ. One recycle in China produces more cobalt than what the country mines in 1 year. പക്ഷേ ചൈനയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈ ടെക്നോളജീസും എഡ്യൂക്കേഷൻസൊക്കെ ആയ കാരണം നമ്മൾ ടോട്ടൽ ഇന്ത്യയിൽ റീസൈക്കിൾ ചെയ്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഒരു വർഷത്തിൽ തന്നെ റീസൈക്ലിംഗ് നടത്തുന്നുണ്ട്. കാരണം അവിടെ ഒരുപാട് കൂടിയ ടെക്നിക്സും കാര്യങ്ങളും എഡ്യൂക്കേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസൈക്കിൾഡ് മെറ്റൽസ് ആർ ഓൾസോ 2 to 10 times more energy efficient than the metals smelted from the virgin ore. അതായത് റീസൈക്കിൾഡ് മെറ്റൽസ് എന്ന് പറയുന്നത് കൊബോൾട്ട് അല്ല, വേറെ പല മെറ്റൽസ് റീസൈക്കിൾ ചെയ്തെടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2 to 10 times more energy efficient than the metals smelted from the virgin ore. സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റൽസിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എനർജി എഫിഷ്യൻ്റ് ആണ് റീസൈക്കിൾ ചെയ്തെടുക്കുന്ന മെറ്റൽസ് എന്ന് പറയുന്നത്. പക്ഷെ അത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ കറക്റ്റായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അത് ചെയ്തെടുക്കത്തുള്ളൂ. കാരണം അത് നമ്മൾ ചെയ്യത്തില്ല. കാരണം പുവർ എഡ്യൂക്കേഷൻ ടെക്നിക്സ് ആണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ബാക്കി ചൈന പോലത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല ടെക്നിക്സും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൊബോൾട്ട് പോലത്തെ മെറ്റലൊക്കെ ഒരുപാട് റീസൈക്കിൾ ചെയ്തെടുക്കാൻ നോക്കും.
Advantages of recycling. E-waste contains many valuable recoverable materials such as aluminum, copper, gold, silver, plastic, etc. Recycling recovers these materials from all electronics that can be used to make new products. അതായത് റീസൈക്കിൾ ചെയ്യുവാണെങ്കിൽ എന്താ, നമ്മുടെ ഈ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്യുവാണെങ്കിൽ പുതിയ പുതിയ മെറ്റൽസ്, അതായത് കോപ്പർ, ഗോൾഡ്, സിൽവർ, പ്ലാസ്റ്റിക്, അതുപോലത്തെ ഒരുപാട് വേറെയും മെറ്റൽസ് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്താ പറ്റും, പുതിയ പുതിയ വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് റീസൈക്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സാമ്പിൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽസ് വിൽ ബി മെയ്ഡ് ഓഫ് 50 tons ഓഫ് E-waste. അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അവർ കൊടുക്കുന്ന മെഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ E-wasteൽ നിന്നുണ്ടാക്കിയ 50 tons ഓഫ് E-wasteൽ നിന്ന് എടുത്തതാണ് ഈ ഒരു മെഡൽസ് എന്ന് പറയുന്നത്. As a result, we save energy, reduce pollution, reduce greenhouse gases in atmosphere, then trap heat, carbon dioxide, methane, and save resources by extracting fewer raw materials from the earth. ഇനി ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ പ്രൊഡക്ട്സ് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. സെക്കൻഡ് ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന കാരണം എനർജീനെ സേവ് ചെയ്യാൻ പറ്റും, പൊല്യൂഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എനർജി സേവിങ് ആണ്. കാരണം ഇത് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ അല്ലാതെ വേറെ റീസൈക്ലിംഗ് ചെയ്യുമ്പോൾ വേറെ കുറേ മെറ്റൽസ് നമുക്ക് കിട്ടുക. അതിൽ നിന്നായിരിക്കും നമ്മൾ പുതിയ പ്രൊഡക്ട്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ എനർജി സേവ് ചെയ്യും. അതുപോലെ തന്നെ പൊല്യൂഷൻ, ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്യാതെ ചുമ്മാ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊല്യൂഷൻ കോസ് ചെയ്യും. അതായത് അതിൽ നിന്നുള്ള കെമിക്കൽസ് ഗ്രൗണ്ടിലേക്കും സോയിലേക്കും ഒക്കെ ഇറങ്ങി നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാകും, വാട്ടർ പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ റീസൈക്ലിംഗ് ചെയ്യുവാണെങ്കിൽ എന്താ, ഇത് ഡിസ്പോസ് ചെയ്യുവല്ല, പകരം ഇത് റീസൈക്കിൾ ചെയ്ത് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. അവിടെ ഇപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നില്ല. അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഇനി തേർഡ് അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ബൈ റീസൈക്ലിംഗ് ദീസ് ഐറ്റംസ് ലാൻഡ്ഫിൽ സ്പേസ് ഇസ് കൺസേർഡ്. അതായത് റീസൈക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചുമ്മാ ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാൻഡ്ഫിൽസിലേക്ക് ചുമ്മാ ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ പൊല്യൂഷൻ സംഭവിക്കും. അല്ലെങ്കിൽ ചുമ്മാ നമ്മളിപ്പോൾ ഒരു ലാൻഡിലേക്ക് കൊണ്ട് നമ്മുടെ E-waste ഇടുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ആൾക്കാർ ക്രോപ്പിംഗ് നടത്തുവാണെങ്കിൽ, അതായത് എന്തെങ്കിലും കൃഷി നടത്തുവാണെങ്കിൽ ആ കൃഷി എന്നുള്ള സാധനങ്ങളായിരിക്കും ആൾക്കാർ കഴിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വീറ്റോ അങ്ങനത്തെ സാധനമൊക്കെ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സാധനമായിരിക്കും നമ്മൾ പിന്നീട് കഴിക്കുന്നത്. അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പം അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലാൻഡ്ഫിൽ സ്പേസ് ഇസ് കൺസേർവ്. അതായത് അത്രയും ഒരു സ്പേസ് നമ്മൾ കൺസേർവ് ചെയ്യുക, ചുമ്മാ ഡിസ്പോസിങ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ ഡിസ്പോസൽ നടത്താത്തത് കാരണം തന്നെ എന്താ, ആ ഒരു സ്പേസ് കൺസേർവിങ് ആണ്. Recycling creates jobs for professional recyclers and republishers and create new market for valuable components. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റീസൈക്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉള്ളത് കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള റീസൈക്ലേഴ്സ് അല്ലെങ്കിൽ റീപബ്ലിഷേഴ്സ്, അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ എന്താ ഈ ഒരു റീസൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഡിസ്പോസൽ ഓഫ് ഹസാഡിയസ് ആൻഡ് നോൺ ഹസാഡിയസ് വേസ്റ്റ് ഇൻ പെർമിറ്റഡ് ലാൻഡ്ഫിൽസ്. ഇനി നമുക്ക് ഈ ഒരു റീസൈക്ലിംഗ് ഉള്ളത് കാരണം തന്നെ എന്താ ആ ഒരു കാര്യങ്ങളെല്ലാം ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും. വേസ്റ്റ് ഡിസ്പോസ് എന്ന് വെച്ചാൽ റീസൈക്ലിങ്ങിനകത്തും വേസ്റ്റുകൾ ഡിസ്പോസൽ ആവുന്നുണ്ട്, പക്ഷേ അത് വളരെ ഹാംഫുൾ അല്ലാതെ ഹാംലെസ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഡിസ്പോസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നിടത്തോ അങ്ങനത്തെ ഒന്നും സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യത്തില്ല. അത് കറക്റ്റായിട്ടുള്ള റീസൈക്ലിംഗ് ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് നിർത്തുള്ളൂ. ഇപ്പോൾ റീസൈക്ലിംഗ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കും. ഇന്ന സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. അതാണ് പറയുന്നത് റെസ്പോൺസിബിൾ ഡിസ്പോസിബിൾ ഓഫ് ഹസാഡിയസ് ആൻഡ് നോൺ ഹസാഡിയസ് വേസ്റ്റ് ഇൻ പെർമിറ്റഡ് ലാൻഡ്ഫിൽസ്. അങ്ങനെ റീസൈക്ലിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് പെർമിറ്റഡ് ഏരിയാസിൽ മാത്രമേ എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ഡിസ്പോസൽ നടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ പെർമിറ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാംലെസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ റീസൈക്ലിംഗ് കൊണ്ടുള്ള ഗുണം അതാണ്. നെക്സ്റ്റ് വൺ അപ്പം മെയിൻ ഉള്ളതായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമുക്ക് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാം, എനർജീനെയൊക്കെ സേവ് ചെയ്യാം റീസൈക്ലിംഗ് കൊണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റീസൈക്ലിംഗ് കാരണം നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസ്പോസൽസ്, അതായത് ഹാംലെസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഡിസ്പോസൽ നടത്തത്തുള്ളൂ റീസൈക്ലിംഗ് കാരണം. വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റീസൈക്ലിംഗ് കാരണം ഈ ഒരു ലാൻഡ്ഫിൽ സ്പേസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസേർവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ സാധാരണ കൊണ്ട് ഡിസ്പോസ് ചെയ്യുവല്ല, അപ്പം റീസൈക്ലിംഗ് നടക്കുക. അപ്പോൾ ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസേർവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റീസൈക്ലിംഗ് കാരണം പുതിയ പുതിയ ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ്, പ്രൊഫഷണൽ റീസൈക്ലേഴ്സ്, റീപബ്ലിഷേഴ്സ്, അങ്ങനെ പുതിയ പുതിയ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. India now has registered 178 registered e-waste recyclers accredited by the state government to process e-waste.
ബട്ട് മെനി ഓഫ് ഇന്ത്യസ് ഇ വേസ്റ്റ് റീസൈക്കിൾസ് ആർ ഇൻ റീസൈക്ലിംഗ് വേസ്റ്റ് അറ്റ് ഓൾ. അതായത് ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ 178 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇ വേസ്റ്റ് റീസൈക്കിളേഴ്സ് ഉണ്ട്. മൊത്തം ഇന്ത്യയിൽ ആകെപ്പാട് 178 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇ വേസ്റ്റ് റീസൈക്കിളേഴ്സേ ഉള്ളൂ. പക്ഷേ അത്രയും ഉണ്ടെങ്കിൽ പോലും ഈ റീസൈക്ലിങ്ങിലൊക്കെ എല്ലായിടത്തും ഒന്നും റീസൈക്ലിംഗ് അല്ല ഫുള്ളി നടക്കുന്നത്. അതായത് റീസൈക്ലിംഗ് നടത്തി പുതിയൊരു പ്രോഡക്റ്റ്സ് ഒന്നുമല്ല ശരിക്കും ക്രിയേറ്റ് ആകുന്നത് ഇന്ത്യയിൽ. അപ്പം ശരിക്കും ഇന്ത്യയിൽ 178 രജിസ്റ്റേർഡ് ഇ വേസ്റ്റ് റീസൈക്കിളേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും അതിൽ നിന്ന് പോലും ഫുള്ളി റീസൈക്ലിംഗ് ഒന്നും നടക്കുന്നില്ല. റീസൈക്ലിംഗ് സെനാരിയോ ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് റീസൈക്ലിംഗ് സെനാരിയോസ് നടക്കുന്നത്? കറന്റ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റീസൈക്ലിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ വേസ്റ്റിനെ പറ്റിയോ ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീസൈക്ലിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 സെക്ടേഴ്സായിട്ട് പോയി. ഇൻഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ സെക്ടേഴ്സ്. ഫോർമൽ സെക്ടേഴ്സിലാണ് ഗവൺമെൻറ് റൂൾ അനുസരിച്ച് റെഗുലേഷൻസും റൂൾസും ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റും കാര്യങ്ങളും ഹെൽത്തും ഒക്കെ നോക്കി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണ് ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പകുതി ആൾക്കാർക്കും അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അവരുടെ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് വളരെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ റീസൈക്ലിംഗ് ഏറ്റവും കൂടുതൽ പോകുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫോർമൽ സെക്ടേഴ്സ് ആയിരിക്കും. ഫോർമൽ സെക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇൻഫോർമൽ സെക്ടറിലായിരിക്കും ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്നത്. This has created a new area of economic gain for the country, especially among the urban and rural poor. ഇതുകൊണ്ടൊരു ഗുണം എന്തെന്ന് വെച്ചാൽ അർബൻ ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ പുവർ ഏരിയാസ്, അർബൻ ഏരിയാസിനെ വെച്ച് നോക്കുമ്പോൾ റൂറൽ ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. കാരണം വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അതുവഴി ഒരു സമ്പാദ്യം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റീസൈക്ലിംഗ് കാരണം അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കൺട്രിയുടെ ഒരു ഗെയിൻ ആണെന്നാണ് പറയുന്നത്. It helps many make a living. Those that are disposing of e-waste are usually not aware of the risk and health hazards that result from certain disposal techniques. ഇതുകൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാരായിരിക്കും ഈ വേസ്റ്റിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പം അത് വെച്ച് അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവരൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹാൻഡിൽഡ് ഇൻ 2 സെക്ടേഴ്സ്, ഇൻഫോർമൽ ഓർ ഫോർമൽ സെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സെക്ടേഴ്സിലായിരിക്കും, ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടേഴ്സ്. വേസ്റ്റ് റീസൈക്ലിംഗ് ഇൻഫോർമൽ സെക്ടേഴ്സ്. ഇനി ഇൻഫോർമൽ ആയിട്ടുള്ള നേരത്തെ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ റൂറൽ പുവർ ആയിട്ടുള്ള ഏരിയാസിൽ താമസിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ ഇൻഫോർമൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. മോർ ദാൻ 90% ഓഫ് ദ വേസ്റ്റ് റീസൈക്ലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 90% കൂടുതലും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടേഴ്സിലേക്കായിരിക്കും. ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻഫോർമൽ സെക്ടേഴ്സ്. ഇൻഫോർമൽ സെക്ടർ വൈഡ് സ്പ്രെഡ്. അതായത് ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് കിടക്കുക. എവിടെ നോക്കിയാലും ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടേഴ്സാണ്. റൂറൽ പുവർ ആൾക്കാരായിരിക്കും ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. ഹാവ് ആക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക്. അവർക്കെന്ന് പറഞ്ഞാൽ അവർ അൺഎഡ്യൂക്കേറ്റഡ് മാത്രമല്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് കാരണം തന്നെ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം വേസ്റ്റ് മാനേജിങ്ങിലായിരിക്കും ആണെങ്കിൽ പോലും വേസ്റ്റുകൾ എവിടെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷൻ നെറ്റ്വർക്ക് അവർക്ക് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കിട്ടുന്നുണ്ട്. ലേബർ ഇൻറ്റൻസീവ്, ചീപ്പ് ലേബർ, ചൈൽഡ് ലേബർ. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ്, അവരുടെ ഒരുപാട് വർക്കുകളുണ്ട്. ഈവൻ അവിടുത്തെ ചെറിയ കുട്ടികൾ പോലും സ്കൂളിലൊന്നും പോകാതെ ഈ ഒരു വർക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചൈൽഡ് ലേബർ പോലും അവിടെ നടക്കുന്നുണ്ട്. മാനുവൽ ഡിസ്മാൻഡ്ലിംഗ്, നോ മെഷീൻസ് റിക്വയർഡ്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ടെക്നിക്സുകളൊന്നുമില്ല, ഒരുപാട് ഗവൺമെൻറ് റെഗുലേഷൻസും റൂൾസും ഇല്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നല്ല നല്ല എക്യുപ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് കൊണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ഫോണിനെ നമ്മൾ റീസൈക്ലിംഗ് നടത്തണമെങ്കിൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യണം. അതായത് ഇതിന് ഓരോ പാർട്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു ഡിസ്മാൻഡ്ലിങ്ങിന് പ്രത്യേകിച്ച് മെഷീൻസും കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെ അവർക്ക് തോന്നിയ രീതിയിൽ അത് ഡിസ്മാൻഡിൽ ചെയ്യാം. മെറ്റീരിയൽ റിക്കവറി ബൈ ക്രൂഡ് മെത്തേഡ്സ്. ഇനി മെറ്റീരിയൽ അവർക്ക് റിക്കവറി ചെയ്തെടുക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ക്രൂഡ് മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കും ഈ വേസ്റ്റിൽ നിന്ന് അവർ മെറ്റീരിയൽ റിക്കവർ ചെയ്തെടുക്കുന്നത്. ഓപ്പറേഷൻസ് ഇൻ സ്മോൾ കൺജസ്റ്റഡ് അൺസേഫ് ഏരിയാസ്. ഇനി എല്ലാ കാര്യങ്ങളും ഇൻഫോർമൽ സെക്ടറിലുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് റൂറലായിട്ട് താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ഫുൾ കൺജസ്റ്റഡ് ഏരിയാസിലായിരിക്കും ഈ ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ അൺസേഫ് ആയിരിക്കും, കാരണം അവർ ഗ്ലൗസോ മാസ്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് അവരുടെ ഫുൾ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അൺസേഫ് ആയിരിക്കും. ഈ ക്രൂഡ് മെത്തേഡ്സ് ആണെങ്കിലും വളരെ ഹെൽത്തിന് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അത് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും. നോ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് യൂസ്, അതായത് ഗ്ലൗസോ മാസ്ക് പോലത്തെ പ്രൊട്ടക്ഷൻസ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നെഗ്ലക്റ്റഡ്.
അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. അതായത് അവരുടെ ഹെൽത്തിനെ ഒന്നും അവർ നോക്കുന്നില്ല, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ അത് ബാധിക്കുന്നുണ്ട്, അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. കൺസേൺസ് ഇൻ ഇൻഫോർമൽ റീസൈക്ലിംഗ്. എന്തൊക്കെയാണ് ഇൻഫോർമൽ സെക്ടറിൽ അവരെങ്ങനെയാണ് റീസൈക്ലിംഗ് നടത്തുന്നത്? ഹൈ റിസ്ക് ബാക്ക്യാർഡ് ഓപ്പറേഷൻ. അതായത് ഭയങ്കര റിസ്ക് ആയിരിക്കും ഇവരുടെ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ, കാരണം ഇവർ ഗ്ലൗസോ മാസ്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരുപാട് മെറ്റീരിയൽസും കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ റീസൈക്കിൾ ചെയ്ത് വരുന്നുണ്ട്. അത് അവർക്ക് സേഫ്റ്റി ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. നോൺ എഫിഷ്യൻറ്റ് ആൻഡ് നോൺ എൻവയോൺമെൻ്റലി സൗണ്ട് ടെക്നോളജീസ്. അവരുടെ കയ്യിൽ എന്താ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം തന്നെ നോൺ എഫിഷ്യൻ്റ് ആയിരിക്കും അത്. അതുപോലെ തന്നെ നോൺ എൻവയോൺമെൻ്റലി സൗണ്ട് ടെക്നോളജീസ് ആയിരിക്കും. ഒക്കുപേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. അതായത് ഒക്കുപേഷണൽ പോലെയാണെങ്കിൽ എൻവയോൺമെൻ്റ് ആണെങ്കിലും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ലോസ് ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു ഇറ്റ്സ് ഇൻഎഫിഷ്യൻറ്റ് പ്രോസസ്സ്. ഇനി അവർ റീസൈക്കിൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമോ, ഈവൻ അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അവർ കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും വെച്ചായിരിക്കില്ല അത് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ പാർട്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ മെറ്റൽസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് അവർ മൈൻഡ് ചെയ്യാത്തത് പോകുന്ന അവസരം വരുന്നുണ്ട്. അതായത് ലോസ് ഓഫ് റിസോഴ്സസ്, ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുപയോഗിക്കുന്നത് കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ആയിരിക്കത്തില്ല. ഇമ്പാക്ട്സ് ഓഫ് വൾണറബിൾ സോഷ്യൽ ഗ്രൂപ്പ്സ്, വുമൺ, ചിൽഡ്രൻ ആൻഡ് ഇമിഗ്രൻ്റ് ലേബേഴ്സ്. അതായത് അവരെന്ന് പറയുന്നത് ഈ പാവപ്പെട്ട കുറേ സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. ഈവൻ ചെറിയ കുട്ടികളെ പോലും വുമൻസിനെ കൊണ്ടും അവരെ എല്ലാവരെയും കൊണ്ട് അവർ വർക്ക് ചെയ്യിപ്പിക്കും. ഡിസ്മാൻഡ്ലിംഗ് വേസ്റ്റ് മാനുവൽ. അതായത് ഈ ഒരു രീതിയിലായിരിക്കും അവർ ഡിസ്മാൻഡ്ലിംഗ് നടത്തുന്നത്. അതായത് അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ മാനുവലായിട്ട് അവർ തന്നെ ഇരുന്നായിരിക്കും ചിലപ്പോൾ ആ പാർട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും റിമൂവ് ചെയ്യുന്നതും. ഇങ്ങനൊരു കൂട്ടും കൂടി ഒരു രീതിയിലായിരിക്കും അവർ ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. കോപ്പർ എക്സ്ട്രാക്ഷൻ. ഇപ്പോൾ കോപ്പർ എക്സ്ട്രാക്ഷൻ ആണെങ്കിലും ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആസിഡ് യൂസ് ചെയ്യുന്നത് കണ്ടാലേ അറിയാം, അത് ഭയങ്കരമായിട്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ബേണിംഗ് PCB വയർസ്. ഇനി അവർ വയേഴ്സും കാര്യങ്ങളൊക്കെ ഈ റീസൈക്ലിങ്ങിന് വേണ്ടി ബേൺ ചെയ്യാറുണ്ട്. അതപ്പോൾ ഒരു സേഫ്റ്റി അല്ലാത്ത രീതിയിലായിരിക്കും ബേണിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം എന്താ, അവരുടെ കയ്യിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒന്നും തന്നെ ഇല്ലാത്ത കാരണം ഫുള്ളി അവർ സേഫ്റ്റി നോക്കാതായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈവേഴ്സ് ആൻഡ് ദ ഇൻഫോർമൽ സെക്ടർ, പ്രഷ്യസ് മെറ്റൽ റിക്കവറി. ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അവർ മെറ്റൽസിനെ റിക്കവർ ചെയ്തെടുക്കുന്നത്. ഈ കാണിച്ചേക്കുന്നതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ കയ്യിലൊക്കെ വെച്ചിട്ട് മാനുവൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഫോർമൽ സെക്ടേഴ്സ്. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ടെക്നോളജീസൊക്കെ വെച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്മാൻഡ്ലിംഗ് തൊട്ട് ബേണിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഓരോ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് പുതിയ പുതിയ ടെക്നോളജീസ് വെച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രസൻറ്റ് സെനാരിയോ എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് റീസൈക്ലിംഗ് യൂണിറ്റ്സ് എസെൻഷ്യലി ഡിസ്മാൻഡിൽ, സെഗ്രിഗേറ്റ്, ഷ്രെഡ്. ഇപ്പം ഇപ്പോൾ ഉള്ള തൽക്കാലമുള്ള ഫോർമൽ സെക്ടേഴ്സിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീസൈക്ലിംഗ് അല്ല ചെയ്യുന്നത്, ഡിസ്മാൻഡിൽ ചെയ്യാറുണ്ട് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട്. അതായത് ഓരോ പാർട്സിനെ മാറ്റി റിമൂവ് ചെയ്യാറുണ്ട്, സെഗ്രിഗേറ്റ് ചെയ്യാറുണ്ട്, ഷ്രെഡ് ചെയ്യാറുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലമുള്ള സെനാരിയോയിലെ ഫോർമൽ സെക്ടേഴ്സിൽ നടക്കുന്നത്. Send sorted shredded e-waste to refineries and units in the developed nation for metal extraction recovery. അപ്പോൾ ഈ ഫോർമൽ സെക്ടേഴ്സിൽ അവർ ആകെപ്പാട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്മാൻഡിൽ, സെഗ്രിഗേറ്റ്, ഷ്രെഡ്. ഇനി അവർ ഡിസ്മാൻഡിൽ ചെയ്ത് ഈ ഷ്രെഡഡ് പാർട്സ് വേറെ റിക്കവർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് അവർ അയച്ചു കൊടുക്കും. അവർ തന്നെ റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കത്തില്ല. പകരം അവർ ഈ ഷ്രെഡഡ് ആയിട്ടുള്ള വേസ്റ്റ് പല പല റിഫൈനറീസിലും യൂണിറ്റ്സിലേക്കും ഡെവലപ്ഡ് നേഷൻസ്, ഇപ്പോൾ ഇന്ത്യയിലില്ലെങ്കിൽ വേറെ പല കൺട്രീസിലേക്കും അയച്ചു കൊടുക്കും. കാരണം ഇത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി. ഫ്യൂ ഫോർമൽ റീസൈക്ലേഴ്സ് ആർ സെറ്റിംഗ് അപ്പ് end-to-end റീസൈക്ലിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് വൺ സച്ച് യൂണിറ്റ് ഇൻ ഓപ്പറേഷൻ നിയർ റൂർക്കി. ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലം ഒരു റീസൈക്ലിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഓപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് റൂർക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അടുത്തായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു റീസൈക്ലിംഗ് പരിപാടി നടത്താൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം ഇല്ല, പക്ഷേ ഇങ്ങനൊരു റീസൈക്ലിംഗ് യൂണിറ്റ് ഇപ്പം റൂർക്കി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് അങ്ങനെയൊരു സംഭവം തുടങ്ങാനുള്ള ഓപ്പറേഷൻസ് ഉണ്ടായി വരുന്നുണ്ട്. ഇനി ചേഞ്ചിങ്, ഇതിപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ നടന്ന പ്രസൻറ്റ് സെനാരിയോ അതാണ്. ഇനി ചേഞ്ചിങ് സെനാരിയോ എന്താണെന്ന്. ഫോർമൽ റീസൈക്ലിംഗ് യൂണിറ്റ്സ് ബീങ് സെറ്റപ്പ് ഇൻ ഇന്ത്യ വിച്ച് ആർ ലൈക്ക് എനി other industrial operations. Formal recyclers are responsible for environmental compliance, seeking authorization and permissions. E-waste recycling in formal sectors are committed to corporate social responsibility.
അതായത് ഇപ്പോൾ തൽക്കാലം എന്താ റീസൈക്ലിംഗ് യൂണിറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ആർ ലൈക്ക് എനി അതർ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ. ബാക്കി കൺട്രീസിലുള്ള ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസിൽ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഓരോന്ന് ഓപ്പറേഷൻസ് തുടങ്ങി വരുന്നുണ്ട്. ഫോർമൽ റീസൈക്കിൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ എൻവയോൺമെൻറ്റൽ കോംപ്ലയൻസ് സീക്കിംഗ് ഓതറൈസേഷൻ ആൻഡ് പെർമിഷൻസ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഓരോ ഓപ്പറേഷൻസിലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ ഓതറൈസേഷനും പെർമിഷൻസും ഒക്കെ മേടിച്ചിട്ടായിരിക്കും ഇപ്പം ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇ വേസ്റ്റ് റീസൈക്ലിംഗ് ഫോർമൽ സെക്ടർ കമ്മിറ്റഡ് ടു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഇതിലേക്ക് നമ്മുടെ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് കമ്മിറ്റഡ് ആയിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ള ഇന്ത്യ അനുസരിച്ച് ഇവിടെ റീസൈക്ലിംഗ് യൂണിറ്റ്സ് ഇല്ല. ആകപ്പാടെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഡിസ്മാൻഡിൽ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് ഷ്രെഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ ഷ്രെഡ് ചെയ്ത ഇ വേസ്റ്റുകൾ അവർ വേറെ കൺട്രീസിലേക്ക് അയച്ചു കൊടുക്കുക, കാരണം ഈ മെറ്റൽസ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ. ഇനി ചേഞ്ച് സെനാരിയോ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വേറെ റീസൈക്ലിംഗ് യൂണിറ്റ്സ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അത് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ കമ്മിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പുതിയ ഓപ്പറേഷൻസ് നടക്കാൻ പോകുന്നത്. ഇ വേസ്റ്റ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് ഷ്രെഡിങ്, ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഫോർമൽ സെക്ടേഴ്സിൽ ഡിസ്മാൻഡ്ലിങ്ങും ഷ്രെഡിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പം ഇവർ യൂസ് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ ഓരോ എക്യുപ്മെൻറ്റും ഇൻഫോർമൽ സെക്ടേഴ്സിൽ ഇല്ല. കോപ്പർ എക്സ്ട്രാക്ഷൻ ആൻഡ് റിക്കവറി, ഇലക്ട്രോണിക് പ്രോസസ്സ്, ഇതൊക്കെ ഓരോ എക്യുപ്മെൻറ്റ്സ് ആണ്. ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഫോർമൽ സെക്ടേഴ്സിൽ എക്സ്ട്രാക്ഷൻ നടത്തുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ മോഡൽ ഫോർ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പം ഈ വേസ്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫോർമൽ സെക്ടറിലുള്ള നടക്കുന്ന ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും. ഈ രണ്ട് സ്ഥലത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ വേസ്റ്റിനെ മാനേജ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. The model for e-waste management in India ideally requires integration of the activities between the informal and formal sectors and bring them into the mainstream of e-waste recycling activity. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിൽ രണ്ട് സെക്ടേഴ്സ് ഉണ്ട്, ഇൻഫോർമലും ഉണ്ട് ഫോർമലും ഉണ്ട്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് പറയുന്നതും ഈ ഒരു ഇൻഫോർമൽ സെക്ടേഴ്സിലാണ്. ആകെപ്പാടെ കുറച്ച് ഇ വേസ്റ്റുകൾ മാത്രമേ ഫോർമൽ സെക്ടേഴ്സിൽ മാനേജ് ആവുന്നുള്ളൂ. അപ്പം ശരിക്കും ഒരു ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തണമെങ്കിൽ ഈ രണ്ട് സ്ഥലം, അതായത് ഫോർമലും ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടേഴ്സിലെ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഇ വേസ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ റീസൈക്ലിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. Steps involved in integration: agreements or MOU between the stakeholders, maintain entrepreneurship, specify activities for informal sectors, identify activities for formal sectors, dovetail activities informal and formal, establishes linkages and സപ്പോർട്ട് സിസ്റ്റംസ്, ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ്. അതായത് ഈ രണ്ട് പേരെയും കമ്പൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ രണ്ട് പേരുടെ ഇടയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കണം. ഓരോ സ്ഥലത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് വെച്ചിട്ട് എന്താ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ഈ രണ്ടും സ്ഥലത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് വെച്ച് മാത്രമേ കമ്പൈൻ ചെയ്ത് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഫോർമൽ സെക്ടറിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഫുൾ ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ വേസ്റ്റ് നടക്കുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിലെ ആക്ടിവിറ്റീസ് മാത്രം എടുത്ത് നമുക്ക് ഇന്ത്യയിലെ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല. കാരണം കുറച്ചുകൂടെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഫോർമൽ സെക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെക്ടേഴ്സിലെയും ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിലെ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. As the collection and recycling of electronic waste is being done by informal sector in the country at present, the government has following actions or steps to enhance awareness about environmentally sound management of electronic waste. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണെന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും തന്നെ അറിയാം, ഗവൺമെൻറ്റിനാണെങ്കിലും തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടേഴ്സിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എടുത്ത എന്തൊരു തീരുമാനം എന്ന് വെച്ചാൽ അവർ കുറേ റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ കുറേ സ്റ്റെപ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി. കാരണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് പോകുന്ന ഇൻഫോർമൽ സെക്ടേഴ്സിലാണ്. അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറേ ഫോളോയിങ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ several workshops on electronic waste management was organized by the Central Pollution Control Board in collaboration with Toxicnim. അതായത് അവർ കുറേ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ വർക്ക്ഷോപ്സ് ഉണ്ടാക്കിയെടുക്കാനും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനും കുറേ വർക്കിംഗ് ഗ്രൂപ്പ്സ്, അതായത് ഈ ഒരു കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്താ അവർ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഗവൺമെൻറ് എടുത്തിരിക്കുന്ന സ്റ്റെപ്സുകളാണ്. ഇങ്ങനത്തെ വർക്ക്ഷോപ്പ് എടുക്കുകയാണെങ്കിൽ അത് എല്ലാവരും അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ.
ഇനി ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്? ഫസ്റ്റ് വൺ ഇ വേസ്റ്റ് പോളിസി ആൻഡ് റെഗുലേഷൻസ്. അതായത് എന്താ, ഇ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ പോളിസീസും റെഗുലേഷൻസും വേണം. അതായത് കുറേ റൂൾസും റെഗുലേഷൻസും വെച്ചിട്ട് മാത്രമേ ഇ വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കിയെടുത്തേക്കുന്ന പോളിസീസ് ആണ് ഈ പറയുന്നത്. നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസീസ് ഇൻ 2006, ഇ വേസ്റ്റ് ഗൈഡ് ലൈൻസ്. ഈ പോളിസീസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ. 2006 ഉണ്ടാക്കിയിട്ടുണ്ട്, 2008 ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അതെന്തെന്ന് പറഞ്ഞാൽ ഇ പി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആർക്ക് ഇപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഈ വേസ്റ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഈ വേസ്റ്റ് ഇനി എങ്ങനെ റീസൈക്കിൾ ചെയ്യും? ഇപ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പം ഇൻഫോർമൽ സെക്ടേഴ്സിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡിസ്മാൻഡിൽ ചെയ്ത് ഷ്രെഡ് ചെയ്യാൻ മാത്രമേ സെഗ്മെൻറ്റ് ചെയ്ത് അവർ ഷ്രെഡ് ചെയ്യാൻ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. ഇനി അവർക്ക് റീസൈക്കിൾ ചെയ്യണമെങ്കിൽ അവർ വേറെ നേഷൻസിലേക്ക് അല്ലെങ്കിൽ വേറെ കൺട്രീസിലേക്ക് അയച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പം അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് കറക്റ്റായിട്ട് റീസൈക്കിൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് ഈ ഒരു വേസ്റ്റ് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹാൻഡ്ലിംഗ് റൂൾസ് അണ്ടർ ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 2011 സ്ട്രെങ്തൻ ദ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി. അതായത് ആരാണോ ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് റീസൈക്കിൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ ചെക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി തന്നെ ഒരു ആക്ട് 2011 ഒരു പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തേർഡ് വൺ ഇ വേസ്റ്റ് റീസൈക്ലിംഗ്. അതായത് റീസൈക്കിൾ ചെയ്തെടുത്ത് പുതിയ മെറ്റൽസ് ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ എന്താ വേറെ നല്ല രീതിയിൽ പുതിയ ലാപ്ടോപ്സോ അല്ലെങ്കിൽ ഫോൺസോ അതുപോലത്തെ പുതിയ എക്യുപ്മെൻറ്റ്സ് റീസൈക്കിൾ ചെയ്തെടുക്കുക. അതാണ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് ആൻഡ് അവയർനെസ് പ്രോഗ്രാം. അതായത് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി. അപ്പം അതുപോലത്തെ പുതിയ അവയർനെസ്, അതായത് അതിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. അത് കാരണം കറക്റ്റായിട്ടുള്ള ഗ്ലൗസും മാസ്കുകളും ഉണ്ടാക്കുക, അല്ലെങ്കിൽ കറക്റ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുക. ഇതുപോലത്തെ കുറേ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക. ഈ അവയർനെസ് പ്രോഗ്രാമിൽ കൂടെ മാത്രമേ ആൾക്കാർക്ക് എന്താണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ട്രെയിനിങ്ങും അവയർനെസ്സും പ്രോഗ്രാംസും നടത്തുക. ഇനി അങ്ങനത്തെ ഒരു അവയർനെസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം MEIT എന്ന് പറഞ്ഞ ഏറ്റവും മെയിൻ പോയിൻ്റാണ്. ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് MEIT എന്ന് പറയുന്നത്. ഹാസ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഇ വേസ്റ്റ് അവയർനെസ് പ്രോഗ്രാം അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാമാണ് MEIT എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഇതാണ് MEIT, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അവരൊരു ഇ വേസ്റ്റ് അവയർനെസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. MEIT creates awareness among public about hazards of e-waste recycling by the organized sector and to educate them about alternate methods of disposing their e-waste. അതായത് MEIT എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ ഉണ്ടാക്കിയെടുക്കാനും അതിൽ നിന്ന് എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് വരും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഈ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയുള്ള അവയർനെസ് പ്രോഗ്രാം ആയിരിക്കും ഈ MEIT ക്രിയേറ്റ് ചെയ്യുന്നത്. MEIT has developed affordable technologies to recycle valuable materials and plastic in an environmentally sound manner. അതുപോലെ തന്നെ അവർ അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കിയെടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ MEIT ഒരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഇനി ഫോർമൽ സെക്ടറിലുള്ള ആൾക്കാർക്കും ഇൻഫോർമൽ സെക്ടറിലായിട്ടുള്ള ആൾക്കാർക്കും റീസൈക്ലിങ്ങിന് വേണ്ടി അഫോർഡബിൾ, അതായത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന നമ്മുടെ ക്യാഷ് അനുസരിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി അവർ കുറേ ടെക്നോളജീസ് ഡെവലപ്പ് എടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് PCB റീസൈക്ലിംഗ് ടെക്നോളജീസ്. അതായത് റീസൈക്ലിങ്ങിന് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് MEIT ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. റീസൈക്ലിംഗ് PCB പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് റിക്കവേഴ്സ് അപ്രോപ്രിയേറ്റ് 99% ഓഫ് ദ പ്രിഷ്യസ് ആൻഡ് സ്കാർസ് മെറ്റൽസ് ഫ്രം ദ റീസൈക്ലിംഗ് പ്രോസസ്സ്. അതുപോലെ തന്നെ ഈ MEIT ഈ ഒരു PCB എന്ന് പറയുന്ന സംഭവം, അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഇ വേസ്റ്റ്, ഇപ്പോൾ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഫോൺ എടുക്കുകയാണെങ്കിൽ അതുപോലെ അതിൻ്റെ അകത്തൊക്കെ എന്താ ഒരുപാട് സർക്യൂട്ട് ബോർഡ്സ് ഉണ്ട്. അതാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു PCBനെ റീസൈക്കിൾ ചെയ്തെടുക്കാനും റിക്കവേഴ്സ് അപ്രോപ്രിയേറ്റ് 99% പ്രിഷ്യസ് ആണ്. ഇങ്ങനൊരു PCB ഉണ്ടെങ്കിൽ നമ്മുടെ ഇ വേസ്റ്റിൽ നിന്ന് 99% പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതും എന്താ ഈ ഒരു MEITയുടെ ഒരു പ്രോഗ്രാമാണ്.
METI has developed affordable technologies to recycle valuable materials and plastic in an environmentally sound manner, including PCB recycling technology. അവരുണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ് PCB എന്ന് പറയുന്ന ടെക്നോളജി. ഇപ്പോൾ METIനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ METI എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അവർ ഇനീഷ്യേറ്റ് ചെയ്തൊരു അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള റീസൈക്ലിംഗ് ഹെൽത്തി ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നടത്താൻ വേണ്ടി ഒരു അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് റീസൈക്ലിങ്ങിന് വേണ്ടി. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് PCB എന്ന് പറയുന്നത്. PCB എന്ന് പറയുന്നത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബ്രോഡ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ടെക്നോളജി വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റിൽ നിന്ന് 99% പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് METI ആയിരിക്കും.